നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. വിഷുഫലത്തിലേക്ക് നമുക്ക് കിടക്കാം. തിരുവോണം നക്ഷത്രം. ഈ വർഷത്തെ വിഷുഫല ചിന്തനയിൽ തിരുവോണം നക്ഷത്രം ആദ്യ ശൽക്കത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വിഷുഫലം ഗുണകരമാണ്. മാത്രമല്ല 7.5 ശനി കാലം കൂടി കഴിഞ്ഞതുകൊണ്ട് തന്നെ കൂടുതലും മെച്ചപ്രദമായിരിക്കുന്ന സമയമാണ് ഇത് എന്ന് പറയാം. വളരെ കാലമായിട്ട് അനുഭവിച്ചു വന്നിരുന്നതായ ദുഃഖ ദുരിതങ്ങൾക്ക് മാറ്റമുണ്ടാകും. നടക്കില്ല എന്ന് കരുതിയതോ മാറ്റിവെച്ചതോ ആയ സംഗതികൾ നടപ്പിലാക്കുവാനും സാധിക്കുന്നതാണ്. തൊഴിൽ രംഗത്തെ മെച്ചപ്രദമായിരിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. സാമ്പത്തികമായിട്ട് നിലനിന്നിരുന്നതായ അരക്ഷിതാവസ്ഥയ്ക്കും മാറ്റം വരുന്നതാണ്. ഉയർന്ന നിലയിലുള്ളതായിരിക്കുന്ന വ്യക്തികളുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിക്കുവാനും അധികാരം കൈവശം വന്നു ചേരുവാനും ഇടയുണ്ട്. മനസ്സിനെ അലട്ടിയിരുന്ന പല വിഷമതകൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. കുടുംബത്തിലെ അസന്തുലിതാവസ്ഥയ്ക്കും മാറ്റം വരുന്നതാണ്. അകൽച്ചയിലായിരുന്ന ദമ്പതികൾ തമ്മിൽ യോജിക്കുവാനും ഇടയുണ്ട്. വിദേശയാത്രാ ഭാഗ്യം, സജ്ജന ബഹുമാന്യത തുടങ്ങിയവ ഫലമാണെങ്കിൽ പോലും ശത്രുക്കളുടെ ഉപദ്രവങ്ങളും ഒപ്പമുണ്ടാകും. അവർ സ്വഭാവഹത്യയ്ക്ക് ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ പ്രകോപിതനാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിയമലംഘനത്തിൻ്റെ ഭാഗമായിട്ട് ചില ശിക്ഷകൾ കിട്ടുവാനും ഇടയുണ്ട്. രാത്രി സഞ്ചാരങ്ങളും അപകടകരങ്ങളായിരിക്കുന്ന മറ്റു പ്രവൃത്തികളും പരമാവധി ഒഴിവാക്കണം. ദോഷപരിഹാരാർത്ഥമായി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും അർച്ചന മുതലായ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും നരസിംഹയന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ്. എല്ലാവർക്കും നന്മ വരുത്തുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.